ഇന്ന് നടന്ന സീമാൻ എക്സാമാണ്. ഇന്ന് PSC നടത്തിയ സീമാൻ എക്സാം, അതായത് നമ്മുടെ 10th ലെവൽ മെയിൻസ് എക്സാമാണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആയിട്ട് നടന്നൊരു എക്സാമാണ്. അപ്പോൾ അതിന് ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ആൻസർ കീ നമുക്ക് പെട്ടെന്ന് നോക്കാം. ആൻസർ കീ നമുക്ക് നോക്കാം, ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി വരുന്ന LDC എഴുതുന്ന കൂട്ടുകാർക്കൊക്കെ പ്രയോജനപ്രദമാവുന്ന രീതിയിലാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്ന് നോക്കാം നമുക്ക്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4ാം അധ്യായത്തിലാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ശരിയായിട്ടുള്ള മൗലികാവകാശങ്ങൾ 6 എണ്ണമുണ്ട്. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. തെറ്റല്ലേ? ഭരണഘടനയുടെ ആമുഖം ആരാണ് എഴുതിയത്? നെഹ്റുവാണ് എഴുതിയത്. അതുപോലെ തന്നെ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അത് ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 4 ശരി. 1, 2, 4 ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും അതുപോലെ തന്നെ ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്നാണ്. ഓപ്ഷൻ ഡി ആണ്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഒക്കെ ആണല്ലോ, നവംബർ 26. അപ്പോൾ അടുത്തത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ആരാണ് ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ ബി മഹാത്മാഗാന്ധിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷമാണ്? 1951. ഓപ്ഷൻ സി 1951. ആറാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ രക്തസാക്ഷി ഝാൻസി റാണിയായിരുന്നു. തെറ്റല്ലേ? അത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമനാണ്. ശരിയായിട്ടുള്ളതാണ്. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏഴാമത്തെ ചോദ്യം, സാരേ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാരാണ്? സാരേ ജഹാംസെ അച്ച ആരുടെ ഗാനമാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാലിൻ്റെ ഗാനമാണ്. എട്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കേട്ടോ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണെന്ന് നോക്കാം നമുക്ക്. ഗാന്ധിജി 2ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ളതാണ്. മഹാത്മാ എന്നത് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 4 മാത്രമാണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അടുത്ത 9ാമത്തെ ചോദ്യം, ബ്രഹ്മസമാജം സ്ഥാപിച്ചതാര്? ബ്രഹ്മസമാജം ആരാണ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. 10ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കുക. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്ന് തിരഞ്ഞെടുക്കണം. ഏതെന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം. ശരിയായിട്ടുള്ളതാണ്, ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കാം. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്തതാണ് ദേശീയ മുദ്ര. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അശോക ചക്രത്തിൽ 21 ആരക്കാലുകളുണ്ട്. തെറ്റാണ്. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. അതും ശരിയായിട്ടുള്ളതാണ്. അപ്പം 1, 3 ഇവിടെ ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. 1, 3 ശരിയായിട്ട് വരുന്നത്. അടുത്തത് 11ാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം നടന്നതെന്നാണ്. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 12ാമത്തെ ചോദ്യം, മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നോക്കുന്നത്. മലബാർ കലാപം നടന്നത് 1921 ശരിയാണ്. മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതൊക്കെ? 1, 3 ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 3. 13ാമത്തെ ചോദ്യം, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? പ്രൈമറി വിദ്യാഭ്യാസം ആരാണ്? ഗൗരി പാർവതി ഫായ് ആണ്. ഓപ്ഷൻ സി ഗൗരി പാർവതി ഫായ് ആണ്. 14ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപം. 15ാമത്തെ ചോദ്യം, പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചതെന്ന്. പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചതെന്നാണ്.
ആൻസർ ഓപ്ഷൻ ബി ആണ്. 1805 നവംബർ 30 16ാമത്തെ ചോദ്യം കറണ്ട് അഫയർ പാർട്ടാണ്. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്വിറ്റ്സർലൻഡ് ആണ്. അതുപോലെ തന്നെ 17ാമത്തെ ചോദ്യം കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്രയാണ്? കേരളത്തിൽ ഇപ്പോൾ? ഓപ്ഷൻ ബി 94%. 18ാമത്തെ ചോദ്യം സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏത്? സാമ്പത്തിക ആസൂത്രണം ഏതാണ്? പഞ്ചവത്സര പദ്ധതികളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ്റെയാണ്. 19 ഫക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്? ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഫക്രാനങ്കൽ സത്ലജ്. ഓപ്ഷൻ ബി സത്ലജ് ആണ്. 20ാമത്തെ ചോദ്യം ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആണ്. അപ്പോൾ ആരാണ്? ഹോമി ജെ ഭാവയാണ്, അതായത് ഹോമി ജഹാംഗീർ ഭാവയാണ്. ഓപ്ഷൻ എ ആണ്. 21 ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? ഓപ്ഷൻ സി ന്യൂഡൽഹിയിലാണ്. 22 താഴെ പറയുന്നതിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ജോൺ മത്തായി ആണ്. 23ാമത്തെ ചോദ്യം ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്, അതായത് എനർജി ഡേ. അപ്പം ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ഡിസംബർ 14 24ാമത്തെ ചോദ്യം ISRO ചന്ദ്രയാൻ 3യുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. 2023 ജൂലൈ 14 സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച് ശരിയാണ്. 2023 ആഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച് ശരിയാണ്. 2023 ആഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്ത് ശരിയാണ്, സോഫ്റ്റ് ലാൻഡിങ് നടത്തി. അപ്പോൾ അതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ എല്ലാം ശരിയെന്നാണ്. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതൊക്കെയാണ് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം ഇടനാടാണ്. അപ്പോൾ ശരിയായിട്ടുള്ളതാണത്. ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം തെറ്റല്ലേ? അതൊക്കെ മലനാടിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉമാണ്. 26ാമത്തെ ചോദ്യം കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്ന് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ശരിയല്ലാത്തത് കണ്ടെത്തുന്നതാണ്. അപ്പോൾ പിന്നെ ശരിയല്ലാത്തത് വാഴച്ചാൽ പത്തനംതിട്ടയാണ് ശരിയല്ലാത്തത് വരുന്നത് കേട്ടോ. 27ാമത്തെ ചോദ്യം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുന്നതാണ്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുമെന്നാണ്. വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് ശരിയായിട്ടുള്ള കേരളത്തിലെ പൂമ്പാറ്റകളുടെ ദേശാടനം എന്ന ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട്. തെറ്റല്ലേ? അതുപോലെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പെരിയാർ. തെറ്റല്ലേ? അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ വരുന്നത്? 1ഉം 2ഉം അല്ലേ? ഓപ്ഷൻ എ 1ഉം 2. 29ാമത്തെ ചോദ്യം കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി, നമുക്കറിയാം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കിയാണെന്ന് നമുക്കറിയാം. അടുത്തത് കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം സൈലന്റ് വാലിയാണ്. തെറ്റല്ലേ? അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടുംചോല. ശരിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവുകളാണോ? തെറ്റല്ലേ? സൈലന്റ് വാലി അല്ലേ? അപ്പോൾ ഇതിന് ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? തെറ്റായ പ്രസ്താവനകളാണ്. അപ്പം 2ഉം 4ഉമാണ്. 2, 4 ഏതാ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്? 2ഉം 4ഉമാണ് വരുന്നത്. 30ാമത്തെ ചോദ്യം കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡിയാണ് ഫവനി പാമ്പാറല്ലേ? കബനി പാമ്പാറും ഉണ്ട്. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ അല്ലേ വരുന്നത്? 1ഉം 2ഉമാണ്. 1ഉം 2ഉം കബനി
പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. 31ാമത്തെ ചോദ്യം, വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നവയിൽ ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. ഓപ്ഷൻ ഡി ആണ്. പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ശാസ്താം കോട്ട. 33ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏതാണ്? കടൽ തീരമില്ലാത്ത ഏതാണ്? നോക്കിയാൽ തന്നെ അറിയാം. ഓപ്ഷൻ സി കോട്ടയമാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി എവിടെയാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ സി പത്തനംതിട്ടയിലാണ്. 35, ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കേട്ടോ. കിഴക്കൻ സമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയല്ലാത്തതെന്ന് നോക്കാം. താരതമ്യേന വീതി കുറവും അതുപോലെ തന്നെ ഏതാണ്? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഇത് രണ്ടുമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതേതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 36ാമത്തെ ചോദ്യം, ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത്. ഹിമാലയൻ നദികളുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം ശരിയായിട്ടുള്ളതാണ്. അപരന്തന തീവ്രത കൂടുതലും ശരിയായിട്ടുള്ളതാണ്. അപരന്തന തീവ്രത കുറവ് തെറ്റാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം തെറ്റാണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതൊക്കെയാണ്? 3, 4 ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ വരുന്നത്? 3, 4. 37ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? പടിഞ്ഞാറ് തീരത്ത് നെവാഷേവയും വരും, കാൺലയും വരും. പടിഞ്ഞാറ് തീരത്ത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. നെവാഷേവയും കാൺല തുറമുഖവും പടിഞ്ഞാറൻ തീരത്താണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ഹാൽഡിയയും വിശാഖപട്ടണം ഒക്കെ എവിടെയാണ്? ഹാൽഡിയ കൊൽക്കത്ത സൈഡല്ലേ. വിശാഖപട്ടണം ഒക്കെ വരുന്നത് കിഴക്കൻ തീരത്താണ്. ഓർത്ത് വെച്ചോണേ. 38ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ്? കാരക്കോറവും വരും, പിന്നെ ഏതാണ് വരുന്നത്? കാരക്കോറവും വരും, സസ്കറും വരും. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1ഉം 3ഉം ആണ് വരുന്നത്. 39, ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ സി കാവേരിയുടെയാണ്. 40, 2024 T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങളെ കണ്ടെത്തുക. ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ. അപ്പം കറണ്ട് അഫയർ ടോപ്പിക്കിൽ നിന്നാണ്. ഏതൊക്കെയാണ്? നമ്മുടെ ഇന്ത്യക്കാണ് കപ്പ് കിട്ടിയത്. പിന്നെ ഇന്ത്യ ആരാണ്? ദക്ഷിണാഫ്രിക്കയും വരുന്നത്. അപ്പോൾ 1ഉം 3ഉം ആണ്. 1ഉം 3ഉം ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 1ഉം 3ഉം ആണ്. 41ാമത്തെ ചോദ്യം, 2021 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? വയലാർ അവാർഡ് ആർക്കാണ് നേടിയത്? ഓപ്ഷൻ എ ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറഞ്ഞ കൃതിക്കാണ്. 41ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ആണ്. 42, 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി രാഹുൽ ഗാന്ധിയാണ് കേട്ടോ. 43, 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? വേദിയാകുന്ന രാജ്യം ഏതാണ് 2024? ഓപ്ഷൻ ബി ബ്രസീലാണ്. 44, താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കപ്പെടുന്നത്? ദേശീയ വരുമാനമായി കണക്കാക്കപ്പെടുന്നത് ഏതൊക്കെ വരുമാനമാണ്? കാർഷിക മേഖല വരും, വ്യാവസായിക മേഖല വരും, സേവന മേഖല വരും. ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് കേട്ടോ. 44ൻ്റെ 45, കഥകളിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. കഥകളിലെ വേഷങ്ങൾ ഏതൊക്കെയാണ്? കഥകളിലെ വേഷങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? കത്തി കരി താടി വരും. പിന്നെ ഏതാണ് വരുന്നത്? പച്ച മിനുക്കും വരും. പച്ച മിനുക്ക്. അപ്പം 1ഉം 3ഉം ആണ് വരുന്നത്. 1ഉം 3ഉം വരുമ്പോൾ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 46, കളിക്കാരുടെ എണ്ണം 11 നിശ്ചയിച്ചിട്ടുള്ള താഴെ പറയുന്ന ഏതൊക്കെ കളികളിലാണ് 11 നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ്. ക്രിക്കറ്റും ഹോക്കിയിലും 11 പേര് വേണം. കറക്റ്റ് അല്ലേ? ക്രിക്കറ്റും ഹോക്കിയിലും 11 പേര് വേണം. പിന്നെ വരുന്നത് ഏതാണ്? വോളിബോൾ വേണ്ട, ഫുട്ബോൾ 11 പേര് വേണം. അപ്പം 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ട്. 1ഉം 3ഉം എവിടെയാണ് സ്റ്റേറ്റ്മെൻറ്റിലുണ്ടോ? ഓപ്ഷൻ ബി ഉണ്ട്. 1ഉം 3ഉം ശരിയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. 47ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി രാത്രി മഴയാണ്. 48, താഴെ പറയുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ്? അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ഹിലരി ക്ലിന്റൺ മാത്രമാണ് അമേരിക്കൻ പദവി വഹിക്കാത്തത് കേട്ടോ. ബാക്കി ഇവരെല്ലാം വഹിച്ചതാണ്. ഈ ജോഡി വരുമ്പം ബരാക് ഒബാമ ഓൾറെഡി വഹിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജോഡി പോവും. ജോ ബൈഡനും അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും ഒക്കെ വഹിച്ചതാണ്. അപ്പോൾ ഹിലരി ക്ലിന്റൺ ആണ്. അപ്പോൾ എൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി 3 മാത്രമാണേ.
വഹിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 75 രൂപയാണ്. ആൻസർ ഓപ്ഷൻ എ 75 രൂപ. കറണ്ട് അഫയർ പാർട്ടാണ്. 50ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏത് പേരിലാണ് പഴയ പാർലമെന്റ് മന്ദിരം അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി സംവിധാൻ സദൻ എന്നാണ്. സംവിധാൻ സദൻ. ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്? ബെഞ്ചമിൻ നെതന്യാഹു ഏതാണ്? ഓപ്ഷൻ ബി ഇസ്രായേലാണ്. അപ്പം ഇസ്രായേൽ പലസ്തീൻ യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് കറണ്ടായിട്ട് ചോദിക്കുന്നത്. 52ാമത്തെ ചോദ്യം, താഴെ പറയുന്നവൽ ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആൻ ഫ്രാങ്കിൻ്റെയാണ്. 53 ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ള താഴെ പറയുന്നവൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പുല്ലാണ്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ ബി തെങ്ങാണ്. 55 പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ആൻസർ ഓപ്ഷൻ ഡി കരളാണ്. 56 വായ്പുണ്ണ് ഏത് ജീവിതത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ്? വായ്പുണ്ണ് ഏതിൻ്റെയാണ്? ആൻസർ ഓപ്ഷൻ ബി ജീവകം ബി ആണ്, വിറ്റമിൻ ബി യുടെയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. വന്യജീവി സങ്കേതം നീലഗിരി തെറ്റാണ്. ദേശീയ പാർക്ക് സൈലന്റ് വാലി ശരിയാണ്. കമ്മ്യൂണിറ്റി റിസർവ് അഗസ്ത്യാർകൂടം തെറ്റാണ്. ബയോസ്ഫിയർ റിസർവ് കടലുണ്ടി തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 മാത്രമാണ്. ദേശീയ പാർക്കാണ്, സൈലന്റ് വാലി ദേശീയ പാർക്കാണ് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 58 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്നതിൽ ഏത് മേഖലയിലെ വ്യക്തിക്കാണ് നൽകുക? ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഓപ്ഷൻ ബി ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന അവാർഡാണ്. 59 ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിന് ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരാണ്. ഓപ്ഷൻ എ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരാണ്. 60ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങൾ ഏതായിട്ട് വരും? ഏതൊക്കെയാണ് വരുന്നത്? നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. അതുപോലെ തന്നെ ഏതാണ് വരുന്നത്? പിന്നെ pH മൂല്യം 7ൽ കുറവാണ്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 1, 4 ആണ്. 61 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന് ആൻസർ ഓപ്ഷൻ സി 5 ആണ്. 62 താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി താഴെ പറയുന്നവയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആസാമിലാണ്. 63 ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെല്ലാമാണെന്ന് നോക്കാം നമുക്ക്. ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം വരും, അതുപോലെ തന്നെ പെടാത്തതാണ്. അതുപോലെ തന്നെ പിന്നെ വേറെ ഏതാ വരുന്നത്? ക്ലോക്കിൻ്റെ പെൻഡുലം, ആട്ടുകട്ടിലിൻ്റെ ചലനം വരും, ക്ലോക്കിൻ്റെ പെൻഡുലം ചലനം വരും, സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനം അതും വരാത്തയാണ്. അപ്പം ഏതൊക്കെയാണ്? 2ഉം 4ഉം ആണ് ഇവിടെ പെടാത്തവയായിട്ട് വരുന്നത്. 2, 4 ഏതാണ്? ഓപ്ഷൻ ടി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2, 4. 64 ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ്. ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഹെൻറി കാവൻഡിഷ് ആണ്. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആൾ ആരാണ്? യൂജിൻ സെർസൺ ആണ്. ലോക ജലദിനം എന്നാണ്? ആൻസർ ഓപ്ഷൻ എ മാർച്ച് 22 ആണ്. 67ാമത്തെ ചോദ്യം, ജലദോഷം ഉണ്ടാകുന്ന രോഗകാരി ആരാണ്? ആൻസർ ഓപ്ഷൻ എ വൈറസ് ആണ്. 68 ഏത് ദിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ഏഡിസ് കൊതുകുകളാണ്. 69 എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏതാണ്? വൈറസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി HIV ആണ്. 70ാമത്തെ ചോദ്യം, നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 120/80 ആണ് വരുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ്. 71 മനുഷ്യരിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി 206 ആണ്. 72 പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇനാമലാണ്. 73 ഒരു മുതിർന്ന മനുഷ്യന്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ 72 ആണ്. 74ാമത്തെ ചോദ്യം, പുകയില ഉൽപ്പന്നം കൊണ്ട് ശ്വാസകോശത്തിൽ വായു അറകളുടെ ഇലാസ്റ്റികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗത്തെ പറയുന്ന പേരെന്താണ്? ബ്രോങ്കൈറ്റിസ് എന്നാണ്. ഓപ്ഷൻ സി ബ്രോങ്കൈറ്റിസ് എന്നാണ്.
75 ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തതാണ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിനകത്ത്? പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം. അപ്പോൾ ഓപ്ഷൻ ഡി ടൈഫോയിഡ് ആണ് ഇവിടെ അല്ലാത്തതായിട്ട് വരുന്നത്. ആൻസർ ടൈഫോയിഡ് ആണ്. 76ാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്താണ്? മൃതസഞ്ജീവിനി എന്നാണ്. ഓപ്ഷൻ ഡി മൃതസഞ്ജീവിനിയാണ്. 77 ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ജീവി ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വരയാടാണ്. 78 പഴം, പച്ചക്കറി എന്നിവയുടെ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? എന്താണ്? ഹോർട്ടിക്കൾച്ചർ എന്നാണ്. ഓപ്ഷൻ ബി ഹോർട്ടിക്കൾച്ചർ എന്നാണ്. 79 പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നീ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങളാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഇതെല്ലാം നെല്ലിൻ്റെയാണ്. 80ാമത്തെ ചോദ്യം, ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ച് നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വിലക്കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാൻ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേരാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി കേട്ടോ. കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി. ഇനി മാത്സ് ആണ്. മാത്സ് അങ്ങ് പറഞ്ഞു പോവാണ്. പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 1 ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 82ൻ്റെ ആൻസർ ഓപ്ഷൻ സി 9000 ആണ് വരുന്നത്. 9720 ആണ് വരുന്നത്. 83ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 6 വരുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി. 84ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി 39.375 ആണ് വരുന്നത്. 85ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 0.08864 ആണ് വരുന്നത്. അതുപോലെ തന്നെ 86ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 96 ആണ് വരുന്നത്. 96 ആണ് വരുന്നത്. 87ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 11,250. 88ൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? 88ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. 89ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 20 ആണ് വരുന്നത്. 90ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 20%. 91ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 91ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 5/12 ആണ്. 5/12 ആണ് വരുന്നത്. 92ൻ്റെ ആൻസർ ഓപ്ഷൻ സി 24 ആണ് വരുന്നത്. 93ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. KLLA ആണ്. 94ൻ്റെ ആൻസർ ഓപ്ഷൻ സി ശനിയാണ് വരുന്നത്. 95ൻ്റെ ആൻസർ വരുന്നത് എന്താണ്? 95ൻ്റെ ആൻസർ ഓപ്ഷൻ എ N ആണ് വരുന്നത്. അതായത് ഇന്ത്യ, രൂപ, ജപ്പാൻ, N ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ്. അതുപോലെ തന്നെ 96ൻ്റെ ആൻസർ ഓപ്ഷൻ ബി 36 ആണ് വരുന്നത്. 97ൻ്റെ ആൻസർ ഓപ്ഷൻ സി 32 ആണ് വരുന്നത്. 98ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 16 ആണ് വരുന്നത്. 99ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 10 ആണ് വരുന്നത്. അതുപോലെ തന്നെ 100ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 43,276 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും വേണം കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലോട്ടൊന്ന് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ LDCയുടെ റിവിഷൻ ക്ലാസ്സൊക്കെ ഇതിന് തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ട്. ഇനി LDC എഴുതുന്ന കണ്ണൂർ, കൊല്ലം ജില്ലക്കാർക്ക് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉടനെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ ക്ലാസ്സസും കറണ്ട് അഫെയർ സീരീസും എല്ലാം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലോട്ട് എത്താൻ സാധിക്കും. ഇന്ന് ഈ ക്വസ്റ്റിന് തന്നെ മിക്ക കറണ്ട് അഫെയറും നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ള കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ പുതിയ കൂട്ടുകാർ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.